നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേത്. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള തീർത്ഥയാത്രാപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സങ്കീർണതകൾ നിറഞ്ഞതും വളരെ സങ്കീർണമായിട്ടുള്ള പേരുകൾ കൊണ്ട് നിറഞ്ഞതുമാണ് ഈ ഒരു അധ്യായം. അതുകൊണ്ട് തന്നെ ഇത് വായിച്ച് മനസ്സിലാക്കാനും പറഞ്ഞു ഫലിപ്പിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അർജുനൻ ദിവ്യാസ്ത്രങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ദേവലോകത്തേക്ക് പോയി. തപസ്സനായിട്ടാണ് പോയത്. എന്നിട്ട് അദ്ദേഹത്തിന് ദേവലോക പ്രാപ്തി കിട്ടി. ആ സമയത്ത് കാമികവനത്തിൽ ജീവിച്ചിരുന്ന ബാക്കിയുള്ള പാണ്ഡവരും വിപ്രന്മാരും എല്ലാം കൂടി തീർത്ഥയാത്രയ്ക്ക് തയ്യാറായി. ആ സമയത്ത് ദേവേന്ദ്രൻ്റെയും അർജുനൻ്റെയും നിർദ്ദേശപ്രകാരം ലോമശൻ എന്ന് പറയുന്നൊരു മഹാമുനി വന്നിട്ട് അവർക്ക് വഴികാട്ടിയായിട്ട് ഈ തീർത്ഥയാത്രാ സ്ഥാനങ്ങളിലേക്കൊക്കെ അവരെ നയിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഓരോ സ്ഥലത്ത് എത്തിച്ചെല്ലുമ്പോഴും അവിടുത്തെ പ്രത്യേകതകളും അവിടെ എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് ഇതെല്ലാം ലോമശ മഹർഷി വളരെ വിശദമായിട്ട് പാണ്ഡവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ അറിയാൻ വേണ്ടിയിട്ടുള്ള കഥകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഹാഭാരതത്തിലെ ഉപകഥകൾ ധാരാളം നിറഞ്ഞ ഒരു അധ്യായമാണ് തീർത്ഥയാത്രാപർവം എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരുപാട് ഉപകഥകൾ നമ്മൾ ഈ ഒരു അധ്യായത്തിൻ്റെ ഭാഗമായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. പലതും ചെറിയ ചെറിയ കഥാ സന്ദർഭങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടത് അഷ്ടാവക്രൻ എന്ന് പറയുന്ന മുനിയുടെ കഥയാണ്. അഷ്ടാവക്ര ഗീത ആധ്യാത്മികമായിട്ട് നീങ്ങുന്നവർക്കൊക്കെ വളരെ വലിയ ഒരു വഴികാട്ടിയായി തീരുന്ന ഒരു ഗ്രന്ഥമാണ്. പക്ഷേ ഇവിടെ അഷ്ടാവക്ര ഗീതയെക്കുറിച്ചിട്ട് പറയുന്നില്ല, അഷ്ടാവക്രൻ മഹർഷിയുടെ ജീവിതത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. 12 വയസ്സുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ അച്ഛനായിട്ടുള്ള അഹോടനെ വെള്ളത്തിൽ മുക്കിക്കൊന്ന ജനകമഹാരാജാവിൻ്റെ രാജസദസ്സിലെ വലിയ പണ്ഡിത ശ്രേഷ്ഠനായിട്ടുള്ള വന്തിയെ ജയിക്കാൻ വേണ്ടിയിട്ട് 12ാമത്തെ വയസ്സിൽ അഷ്ടാവക്രൻ മിഥിലാരാജ്യത്തേക്ക് എന്നിട്ട് വന്തിയെ തോൽപ്പിച്ചു. അങ്ങനെ കഹോടനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആ ഒരു കഥയാണ് വളരെ വിശദമായിട്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മഹാഭാരതം പറയുന്ന സമയത്ത് ഇതിൽ എല്ലാ കഥാസന്ദർഭങ്ങളിലും ഏറ്റവും വിശദമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ വ്യാസമഹർഷി പറഞ്ഞിട്ടുള്ളത്. അപ്പം വ്യാസമഹർഷി എഴുതിയ 1,00,000-ൽ പരം ശ്ലോകങ്ങളെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത വിദ്വാൻ കെ പ്രകാശം അദ്ദേഹം എഴുതിയ ഗ്രന്ഥത്തിനെ അല്ലെങ്കിൽ ആ മഹത് ഗ്രന്ഥത്തിനെ ആധാരപ്പെടുത്തിക്കൊണ്ടാണ് ഞാനിവിടെ ഈ കഥകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ 3-4 സെൻറ്റൻസുകളിലായിട്ട് അവസാനിപ്പിക്കുന്ന കഥകൾ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ചേർത്തിട്ട് എല്ലാ പേരുകളും ചേർത്തിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പേരുകളുടെ ആധിക്യം കൊണ്ടാണ് പലരും ഈ മഹാഭാരതം കഥ വായിക്കുന്ന സമയത്ത് അതിൽ ഒരു ബോറടി തോന്നുകയും കഥനം ആ വായന അവസാനിപ്പിക്കുകയും ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഒരുപാട് പേരുകൾ നമുക്ക് വരുന്നുണ്ട്. അഷ്ടാവക്രൻ ഒരു നദിയിൽ മുങ്ങി. ആ നദിയുടെ പേര് മധുബില എന്നായിരുന്നു. മധുബില നദിയിൽ പൊങ്ങിയതിന് ശേഷം അഷ്ടാവക്രൻ്റെ ആ വളവുകളെല്ലാം മാറുകയും പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയുള്ള ശരീരം തിരിച്ചു കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ നദിക്ക് സമങ്ക കൂട്ടിച്ചേർക്കുന്നതെന്നുള്ള രീതിയിൽ സമങ്ക എന്നുള്ള പേര് കിട്ടി. ആ സമങ്ക നദിയിൽ എത്തുന്ന സമയത്താണ് ജോമശൻ പാണ്ഡവരോട് ഈ കഥ പറഞ്ഞത്. അപ്പോൾ അത് വിശദമായിട്ട് കേൾക്കണമെങ്കിൽ കഴിഞ്ഞൊരു വീഡിയോ നിങ്ങൾ കേൾക്കുക. അതിൽ വിശദമായിട്ട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാവരും സ്നാനം ചെയ്തു. അതിനുശേഷം വീണ്ടും ലോമശൻ്റെ നേതൃത്വത്തിലെ പുതിയ തീർത്ഥസ്ഥാനങ്ങളിലേക്ക് അവരെ യാത്ര ആരംഭിച്ചു. പല തീർത്ഥസ്ഥാനങ്ങളും ചെന്നു. അവിടുത്തെ പ്രത്യേകതകളൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം അവർ ഗംഗാതീരത്തുള്ള ഒരു പുണ്യ തീർത്ഥസ്ഥാനത്തെത്തി. സ്ഥൂലശിരസിൻ്റെ രമണീയമായിട്ടുള്ള ആശ്രമം അവിടെ വെച്ചിട്ട് ലോമശൻ കാണിച്ചു കൊടുത്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ആ കാണുന്ന ആശ്രമത്തിലാണ് രൈഭ്യനും അതോടൊപ്പം തന്നെ ഭരദ്വാജനും താമസിച്ചിരുന്നത്. ഭരദ്വാജൻ്റെ പുത്രനായിട്ടുള്ള യവക്രീതന് ഇവിടെ വെച്ചിട്ടാണ് നാശം സംഭവിച്ചത്. അപ്പോൾ ഈ പേരുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ആരൊക്കെയാണ്, ഈ കഥകൾ എന്തൊക്കെയാണെന്ന് അറിയണമെന്ന് യുധിഷ്ഠിരൻ ലോമശനോട് ആവശ്യപ്പെട്ടു. അതിനനുസരിച്ച് ലോമശ മഹർഷി യുധിഷ്ഠിരാദികളോട് ആ പ്രദേശത്തിൻ്റെ കഥ വളരെ വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ലോമശൻ യുധിഷ്ഠിരനോട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. രൈഭ്യൻ എന്ന് പറയുന്ന മുനിയും ഭരദ്വാജനും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഇവർ ഒരേ ആശ്രമത്തിൽ ഒരേ മനസ്സോടു കൂടിയിട്ട് തന്നെയാണ് താമസിച്ചു കൊണ്ടിരുന്നത്. രൈഭ്യന് 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്.
അവർ പേര് അർവാവസു, പുരാവസു എന്നിങ്ങനെയായിരുന്നു. ഭരദ്വാജന് ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ, അവനായിരുന്നു യവക്രീഡൻ. ഭരദ്വാജന് ഒരു പുത്രനായിരുന്നു ഉണ്ടായിരുന്നത്, അവൻ്റെ പേരാണ് യവക്രീഡൻ. ഈ രൈഭ്യനും മക്കളും വളരെയധികം വിദ്വാൻമാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ പൂജിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ബ്രാഹ്മണരൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഭരദ്വാജൻ രൈഭ്യനും തപസ്സുകളായിരുന്നു. എങ്കിൽ പോലും അവർ തമ്മിൽ മത്സരമൊന്നുമില്ലാതെ വളരെ സ്നേഹത്തോടും വളരെ അടുപ്പത്തോടും കൂടിയിട്ടാണ് ചെറുപ്പകാലം മുതൽ ജീവിച്ചിരുന്നത്. തപസ്വിയായിട്ടുള്ള തൻ്റെ അച്ഛൻ ബ്രാഹ്മണരാൽ പൂജിക്കപ്പെടാതിരിക്കുന്നതും രൈഭ്യനും മക്കളും ബ്രാഹ്മണരാൽ പൂജിക്കപ്പെടുന്നതും കണ്ടിട്ട് യവക്രീതന് അതിയായിട്ടുള്ള ദുഃഖമുണ്ടായി. തൻ്റെ അച്ഛന് വേദാധ്യയനം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ തനിക്കും വേദ അധ്യാപനം ഉണ്ടാവണം, രൈഭ്യനും മക്കൾക്കും എങ്ങനെയാണോ ആദരവ് കിട്ടുന്നത് അതുപോലെയുള്ള ആദരവ് തനിക്കും തൻ്റെ അച്ഛനും കിട്ടണം എന്നുള്ള ആഗ്രഹം അതിഭയങ്കരമായിട്ട് യവക്രീതൻ്റെ മനസ്സിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ അതിനുള്ള മാർഗമായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചത് തപസ്സാണ്. ഗുരുവിൻ്റെ അടുത്ത് പോയി പഠിച്ച് ഇത് വേദങ്ങളൊക്കെ അഭ്യസിക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അത്രയും സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് യവക്രീതൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ദ്രനെ തപസ് ചെയ്ത് ഇന്ദ്രനെ പ്രീതിപ്പെടുത്തി വേദങ്ങൾ നേരിട്ട് തൻ്റെ മനസ്സിൽ തോന്നണമെന്നുള്ള ആഗ്രഹം വെച്ചുകൊണ്ട് യവക്രീതൻ തപസ് ആരംഭിച്ചു. യവക്രീതൻ്റെ ഘോരമായിട്ടുള്ള തപസ്, അതിൽ നിന്നുള്ള ആ ചൂട് താങ്ങാനാവാതെ അവസാനം ഇന്ദ്രൻ യവക്രീതൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം യവക്രീതനോട് ചോദിച്ചു, ഉണ്ണി, നിനക്ക് എന്താണ് ആവശ്യം? എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇത്ര ഘോരമായിട്ടുള്ള തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? യവക്രീതൻ ആ സമയത്ത് ഇന്ദ്രനോട് പറഞ്ഞു, ഭഗവാനെ, എനിക്ക് ഉള്ളിൽ നിന്നും സാധ്യായമായിട്ട് എല്ലാ വേദങ്ങളും എൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഗുരുവിൻ്റെ മുഖത്ത് പോയി നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ഉള്ളിലെ ആ വേദത്തിലെ അറിവുകളെല്ലാം അങ്ങ് നിറച്ചു തരണം. അതോടൊപ്പം തന്നെ എൻ്റെ അച്ഛനെയും ഇതേപോലെ തന്നെ അങ്ങ് ജ്ഞാനിയാക്കണം എന്ന് പറഞ്ഞു. ഇന്ദ്രൻ പറഞ്ഞു, നിൻ്റെ ഉദ്ദേശം വളരെ ശരിയാണ് മകനെ, പക്ഷേ നീ സ്വീകരിച്ചിരിക്കുന്ന മാർഗം അത് വളരെ തെറ്റാണ്. വേദാധ്യയനം എന്ന് പറയുന്നത് അത് ഗുരുവിൻ്റെ മുഖത്തു നിന്നും കിട്ടേണ്ടതാണ്. ഇങ്ങനെ എളുപ്പമാർഗത്തിലൂടെ അത് സ്വീകരിക്കുന്നത് ഒട്ടും നല്ലതല്ല. ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ഗുരുവിൽ നിന്നാണ് അത് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞു. ലോമശൻ കഥ തുടരുകയാണ്. ഇപ്രകാരം പറഞ്ഞിട്ട് ഇന്ദ്രൻ അവൻ്റെ അടുത്തു നിന്നും പറഞ്ഞു. പക്ഷേ യവക്രീതൻ തൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല. അവൻ പൂർവാധിക ശക്തിയോട് കൂടിയിട്ട് വാശിയോട് കൂടിയിട്ട് വീണ്ടും തൻ്റെ തപസ് അതികഠിനമായിട്ട് ആരംഭിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഗത്യന്തരമില്ലാതെ ഇന്ദ്രൻ വീണ്ടും അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഇന്ദ്രൻ പറഞ്ഞു, മഹർഷേ, നിൻ്റെ ഈ ശ്രമം ഇത് അസാധ്യമായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഗുരുമുഖത്ത് നിന്ന് വേദം അഭ്യസിച്ചാൽ മാത്രമേ അതുകൊണ്ടുള്ള ഗുണമുണ്ടാവുള്ളൂ. നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൃഥാ ശ്രമമാണ്. അതുകൊണ്ട് നീ ഇതിൽ നിന്ന് പിന്മാറുക. ഏതെങ്കിലും ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് നീ വേദം അഭ്യസിക്കുക. ഇത് കേട്ട് കഴിഞ്ഞിട്ട് യവക്രീതൻ ഒരു സമാധാനവുമായില്ല. ഇത് എങ്ങനെയും നേടിയെടുക്കണം എന്നുള്ള വാശിയായി. യവക്രീതൻ ഇന്ദ്രനോട് പറഞ്ഞു, അങ്ങ് ഇത് തരാതെ എന്തായാലും ഞാൻ ഈ തപസ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഈ ഒരു അനുഗ്രഹം കിട്ടാതെ വരികയാണെങ്കിൽ ഞാൻ എൻ്റെ ശരീരം തന്നെ മുറിച്ച് അഗ്നിയിൽ ഹോമിച്ചിട്ട് ഞാൻ ഘോരമായിട്ടുള്ള തപസ് തുടരും എന്ന് പറഞ്ഞു. അപ്പം യവക്രീതനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ള കാര്യം ദേവേന്ദ്രന് മനസ്സിലായി. അങ്ങനെ ബുദ്ധിമാനായിട്ടുള്ള ദേവേന്ദ്രൻ വേറെന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ യവക്രീതൻ എല്ലാ ദിവസവും ഗംഗയിൽ കുളിക്കാൻ വേണ്ടിയിട്ട് വരുമായിരുന്നു. ആ കുളിക്കാൻ വരുന്ന സ്ഥലത്ത് ഇന്ദ്രഭഗവാൻ ഒരു വൃദ്ധനായിട്ടുള്ള വളരെ ദുർബലനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ്റെ രൂപത്തിൽ അവിടെ വന്നിട്ട് കൈകൊണ്ട് മണൽ കോരി ആ ജലത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇത് കണ്ടിട്ട് യവക്രീതൻ വന്ന് ചോദിച്ചു, അങ്ങ് എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ ഈ ഗംഗയ്ക്ക് കുറുകെ ഒരു ചിറ കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സുഗമമായിട്ട് നമുക്ക് അക്കരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കാമല്ലോ. ഇത് കേട്ടുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് യവക്രീതൻ പറഞ്ഞു, അങ്ങ് എന്തൊരു അസാധ്യമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങേക്കൊണ്ട് ഒരിക്കലും ഈ കൈകൊണ്ട് മണ്ണ് വാരിയിട്ടുകൊണ്ട് ഇതിന് കുറുകെ ഒരു ചിറ കെട്ടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അത്രയും ശക്തമാണ് ഗംഗയുടെ ഒഴുക്ക്. അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് അങ്ങ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നിന്നും പിന്മാറുന്നതാണ് നല്ലതെന്ന് യവക്രീതൻ ഈ ബ്രാഹ്മണനെ ഉപദേശിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ആ വൃദ്ധബ്രാഹ്മണൻ യവക്രീതനോട് ചോദിച്ചു, അങ്ങ് ഗുരുമുഖത്തു നിന്നല്ലാതെ വേദങ്ങൾ നേരിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ അസാധ്യമാണോ ഇതെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ യവക്രീതന് ഏകദേശം ഒരു ധാരണ കിട്ടി. താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ള ഒരു ബോധ്യമുണ്ടായി. പക്ഷേ തൻ്റെ ആ തീരുമാനത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറാൻ വേണ്ടിയിട്ട് ആ യവക്രീതൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇന്ദ്രഭഗവാനെ, ഞാൻ ഇത്രയും നാളും തപസ് ചെയ്തതല്ലേ, എൻ്റെ ഈ തപസ് അങ്ങ് പാഴാക്കി കളയരുത്. അങ്ങേപ്പെട്ട് പറ്റുന്ന രീതിയിൽ
അങ്ങനെ സഹായിക്കണം, എൻ്റെ ജ്ഞാനം മറ്റുള്ളവരിൽ നിന്നും മേലെ ആവണം, അങ്ങനെയൊരു വരം എനിക്ക് തരണം, അങ്ങനെ ഒരു വരം തന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. നിന്റെ ആഗ്രഹം പോലെ തന്നെ നിന്റെ ഉള്ളിൽ നിന്നും ജ്ഞാനമുണ്ടാകും എന്നുള്ള അനുഗ്രഹം ഇന്ദ്രൻ യവക്രീതന് കൊടുത്തു. അതിനുശേഷം പറഞ്ഞു, നിന്റെ മറ്റാഗ്രഹങ്ങളും നിനക്ക് ഈ തപസ് കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ പറഞ്ഞു. ഇതുകൊണ്ട് സന്തുഷ്ടനായിട്ടുള്ള യവക്രീതൻ തിരിച്ച് തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞു, ദേവേന്ദ്രൻ എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട്, നമുക്ക് രണ്ടുപേർക്ക് ഉള്ളിൽ നിന്നും ഇനിയും വേദജ്ഞാനങ്ങളൊക്കെ ഉണ്ടാവും, നമ്മളെ ഇനിയും ബ്രാഹ്മണരൊക്കെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും തുടങ്ങുവച്ച എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭരദ്വാജന് ഭയങ്കര വിഷമമാണ് ഉണ്ടായത്. ഭരദ്വാജൻ മകനോട് പറഞ്ഞു, ഉണ്ണി, നീ ഈ ചെയ്തത് ഒട്ടും ശരിയായിട്ട് ഉള്ള ഒരു കാര്യമല്ല. ഇങ്ങനെ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ അത് ഗർവിനും ആ ഗർവ് നിൻ്റെ നാശത്തിനും കാരണമാകും. നീ അഹങ്കാരിയായി തീരും, അഹങ്കാരം നിന്നെ നശിപ്പിച്ച് കളയും. അതിന് ഉദാഹരണമായിട്ടുള്ള ഒരു കഥ ദേവലോകത്ത് പറയുന്നുണ്ട്. ആ കഥ ഞാൻ നിന്നോട് ഇപ്പോൾ പറയാം. അങ്ങനെ ഭരദ്വാജൻ തൻ്റെ മകനായിട്ടുള്ള യവക്രീതനോട് അഹങ്കാരത്തിൻ്റെ കൊണ്ടുണ്ടാകുന്ന ആപത്തിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. പണ്ട് ബാലഥി എന്ന് പേരായിട്ടുള്ള വീര്യവാനായിട്ടുള്ള ഒരു മഹാമുനി ഉണ്ടായിരുന്നു. ഭരദ്വാജൻ തൻ്റെ മകനായിട്ടുള്ള യവക്രീതനോട് കഥ പറഞ്ഞു തുടങ്ങിയാണ്. അദ്ദേഹം പുത്രനുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ തപസ് ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒരിക്കലും മരണമുണ്ടാകാത്ത ഒരു പുത്രൻ ഉണ്ടാവണം എന്നായിരുന്നു. അങ്ങനെ ദേവകൾ അദ്ദേഹത്തിൻ്റെ തപസ്സിൽ പ്രീതനായിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ അദ്ദേഹത്തിന് വരം കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ബാലനസി പറഞ്ഞു, എനിക്ക് ഒരിക്കലും മരണമില്ലാത്ത ഒരു മനുഷ്യൻ പുത്രൻ ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവന്മാർ പറഞ്ഞു, മരണമില്ലാത്ത മർത്യൻ അത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കാര്യം ചെയ്യാം, നിനക്ക് നിമിത്തായുസായിട്ടുള്ള ഒരു പുത്രൻ ഉണ്ടാവട്ടെ. നിന്റെ പുത്രനെ മരണത്തിന് എന്തെങ്കിലും ഒരു നിമിത്തം ഉണ്ടാകണം, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണം. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലത്തി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന പർവ്വതം, ആ പർവ്വതം എത്ര നാൾ നിൽക്കുന്നുണ്ടോ അത്രയും നാൾ എൻ്റെ മകന് ആയുസ്സുണ്ടാവണം. അതുവരെ അവനെ ആർക്കും വധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കരുത് എന്നുള്ള അതല്ലെങ്കിൽ ആ പർവ്വതം നിൽക്കുന്നിടത്തോളം കാലം തന്നെ അവനും ആയുസ്സുണ്ടാവണം എന്നുള്ള വരം ദേവന്മാരിൽ നിന്നും ബാലഥി വാങ്ങി. അങ്ങനെ ബാലഥിക്ക് ഒരു കുട്ടിയുണ്ടായി. അവൻ്റെ പേര് മേധാവി എന്നായിരുന്നു. മേധാവി തൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് വളരെയധികം കോപിഷ്ഠനും അതോടൊപ്പം തന്നെ വളരെയധികം അധർമ്മിയുമായിട്ടാണ് വളർന്നു വന്നത്. അവൻ്റെ വിനോദം എന്ന് പറയുന്നത് ബ്രാഹ്മണരെ ഉപദ്രവിക്കലായിരുന്നു. അവരുടെ യജ്ഞങ്ങൾ മുടക്കുക, അവരെ ശാരീരികമായിട്ട് ദേഹോപദ്രവിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഇവൻ എല്ലാ ബ്രാഹ്മണർക്കും എല്ലാ യജ്ഞങ്ങൾ നടത്തുന്നവർക്കും വലിയൊരു ശല്യമായി തീരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവനെ ആരെയും പേടിയില്ലായിരുന്നു. കാരണം അവൻ്റെ മരണം ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ള വലിയൊരു ഗർവ് അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ അവൻ അനേകം ബ്രാഹ്മണരെ ഉപദ്രവിച്ച് അവസാനം ധനുഷാഷൻ എന്ന് പറയുന്ന വളരെ വീര്യവാനായിട്ടുള്ള ഒരു സന്യാസിയുടെ അടുത്ത് നിന്നിട്ട് അദ്ദേഹത്തിനെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ സമയത്ത് നീ ഭസ്മമായി പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ധനുഷാഷൻ മേധാവിയെ ശപിച്ചു. പക്ഷേ മേധാവിക്ക് ഒന്നും സംഭവിച്ചില്ല. തൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ധനുഷാഷൻ എന്തുകൊണ്ടാണിത് സംഭവിച്ചതെന്ന് തൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി. അപ്പോൾ ഇവന് കിട്ടിയിരിക്കുന്ന വരം എന്താണെന്ന് മനസ്സിലായി. അങ്ങനെ ആ പർവ്വതത്തിനെ ഇല്ലാതാക്കിയാൽ ഇവനെ വധിക്കാം എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം വലിയ മഹിഷങ്ങളെ, വലിയ പോത്തുകളെ സൃഷ്ടിച്ചിട്ട് ആ പർവ്വതത്തിനെ പോത്തുകളെ കൊണ്ട് ഭേദിച്ചു കളഞ്ഞു. ആ പർവ്വതം പോത്തുകൾ ഭേദിച്ച സമയത്ത് തന്നെ മേധാവി അവിടെ മരിച്ചു വീണു. തൻ്റെ അമരനായിട്ടുള്ള പുത്രൻ അവിടെ മരിച്ചു വീണ കണ്ട ബാലത്തിക്ക് അതിയായിട്ടുള്ള വിഷമമുണ്ടായി. അവൻ തൻ്റെ മകൻ്റെ ശവശരീരവും പിടിച്ചുകൊണ്ട് വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് തപസ്സികളായിട്ടുള്ള ബ്രാഹ്മണരെല്ലാവരും അവൻ്റെ ചുറ്റിനും കൂടിയിട്ട് പറഞ്ഞു, നിന്റെ മകൻ്റെ അഹങ്കാരം കൊണ്ടാണ് അവന് ഈ അന്ത്യമുണ്ടായത്. അഹങ്കാരം അത് ദീർഘകാലം വെച്ചുകൊണ്ട് വെക്കുന്നവർക്കൊക്കെ അത് അവസാനം നാശമായി തീരും. ഇപ്പോൾ ഭരദ്വാജൻ തൻ്റെ മകനോട് പറഞ്ഞു, മകനെ, നീ കഥ കേട്ടല്ലോ, നിനക്ക് ഇപ്പോൾ അർഹതയില്ലാത്ത ജ്ഞാനമാണ് കിട്ടിയിരിക്കുന്നത്. അത് നിനക്ക് അഹങ്കാരം വളർത്താൻ വേണ്ടിയിട്ട് മാത്രമേ അത് സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് നീ വളരെയധികം സൂക്ഷിച്ചു വേണം ജീവിക്കാൻ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഒരു മുന്നറിയിപ്പും കൂടി ഭരദ്വാജൻ കൊടുത്തു. രൈഭ്യനും മക്കളും അവർ അതീവ താപസിമാരാണ്. അവരെ ഒന്നും ഉപദ്രവിക്കാതെ നീ നോക്കണം. അവരെ ഉപദ്രവിക്കാൻ പോയാൽ അത് നിനക്ക് തന്നെ ആപത്തായി തീരും. അതുകൊണ്ട് അത് നീ പ്രത്യേകം ശ്രദ്ധിക്കണം. യവക്രീതം പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. രൈഭ്യനെയും മക്കളെയും ഉപദ്രവിക്കാതിരിക്കാനും അവർക്ക് ദോഷം വരുന്ന ഒരു കാര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. അങ്ങാണ് എൻ്റെ ഗുരു. അതുകൊണ്ട് അങ്ങയുടെ പറയുന്ന ഉപദേശത്തിനെതിരായിട്ട് ഞാനൊന്നും പ്രവർത്തിക്കില്ല എന്ന് യവക്രീതം പറഞ്ഞു. യവക്രീതൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞെങ്കിലും രൈഭ്യനോടും മക്കളോടുമുള്ള മനസ്സിൽ അവന് അതിയായിട്ടുള്ള വിദ്വേഷമുണ്ടായിരുന്നു. അവൻ മുനിമാരെയൊക്കെ ധിക്കരിച്ച് അവൻ്റെ ജ്ഞാനബലം കൊണ്ട് അവൻ
മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. ലോമശൻ കഥ തുടരുകയാണ്. യവക്രീതൻ തൻ്റെ വരബലം കൊണ്ട്, ജ്ഞാനബലം കൊണ്ട് വളരെ അഹങ്കാരിയായിട്ട് അവൻ സർവ്വയിടത്തും വിഹരിച്ച് നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഒരു വസന്തകാലമായിരുന്ന സമയത്ത് അവൻ രൈഫൻ്റെ ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടെ എത്തിച്ചു കഴിഞ്ഞപ്പോൾ വളരെ സുന്ദരിയായിട്ടുള്ള അങ്കലാവണ്യത്തോടു കൂടിയിട്ടുള്ള ഒരു സ്ത്രീയെ അവിടെ വെച്ച് കണ്ടു. അത് രൈഫൻ്റെ മകൻ്റെ ഭാര്യയായിട്ടുള്ള സ്ത്രീയായിരുന്നു. ലോമശൻ പറഞ്ഞു, കാമമോഹിതനായിട്ടുള്ള യവക്രീതൻ രൈഫ്യൻ്റെ മകനായിട്ടുള്ള പരാവസുവിൻ്റെ ഭാര്യയെ കണ്ടിട്ട് അവൾക്കിൽ കാമമോഹിതനായി. എന്നിട്ട് അവളെ കൂട്ടത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചു. അപ്പം യവക്രീതൻ്റെ വരലാഭത്തെക്കുറിച്ചിട്ടും അറിയാവായിരുന്ന ആ സ്ത്രീ പെട്ടെന്ന് തന്നെ വളരെ ബുദ്ധിയോട് കൂടിയിട്ട് പറഞ്ഞു, അങ്ങ് ഒരു ഏകാന്തമായിട്ടുള്ള സ്ഥലത്ത് പോയി തയ്യാറായി നിൽക്കൂ, ഞാനിപ്പം ദാ വരാമെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ രൈഫൻ്റെ ആശ്രമത്തിലേക്ക് എന്നിട്ട് രൈഫൻ്റെ അടുത്ത് നിന്നിട്ട് വിവരങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് യവക്രീതൻ അങ്ങനെ ദൂരെ ഒരു സ്ഥലത്ത് മാറി നിൽക്കുന്നത് രൈഫനെ കാണിച്ചു. അപ്പോൾ രൈഫൻ അതികോപിഷ്ടനായി തീർന്നു. അദ്ദേഹം ഇതിന് ഞാൻ പരിഹാരമുണ്ടാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് അതികോപത്തോടു കൂടിയിട്ട് തൻ്റെ ജടയിൽ നിന്ന് മുടി മുറിച്ചെടുത്തിട്ട് അത് അവിടെയുള്ള അഗ്നിയിൽ ഹോമിച്ചു. ഉടനെ തന്നെ രൈഫൻ്റെ മരുമകളെപ്പോലെയുള്ള അതേ രൂപത്തിലുള്ള ഒരു സ്ത്രീ ആ അഗ്നിയിൽ നിന്നും ഉയർന്നു വന്നു. അതിനോടൊപ്പം തന്നെ മറ്റൊരു ജട പൊട്ടിച്ചിട്ട് അദ്ദേഹം ആ അഗ്നിയിൽ ഹോമിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും ഭീകരനായിട്ടുള്ള ഒരു രക്ഷസും കൂടി ഉയർന്നു വന്നു. അവർ രണ്ടുപേരും മുനിയെ നമസ്കരിച്ചു. അതിനുശേഷം ചോദിച്ചു, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. രൈഫമുനി പറഞ്ഞു, നിങ്ങൾ പോയി ആ യവക്രീതനെ വധിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. ലോമശൻ പറഞ്ഞു, ഞാൻ കൽപ്പന കേട്ടിട്ട് അഗ്നിയിൽ നിന്ന് ഉയർന്നു വന്ന സുന്ദരിയായിട്ടുള്ള പരാവസുവിൻ്റെ ഭാര്യയുടെ അതേ രൂപത്തിലുള്ള കൃത്യ എന്ന് പറയുന്ന ആ രക്ഷസും അതോടൊപ്പം തന്നെ ആ ഭീകരരൂപിയായിട്ടുള്ള രക്ഷസും കൂടി യവക്രീതൻ്റെ അടുത്തേക്ക് വന്നു. പക്ഷേ യവക്രീത ജ്ഞാനം കൊണ്ട് ഭയങ്കരമായിട്ടുള്ള ശക്തി നേടിയിട്ടുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ വധിക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യവുമായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് കൃത്യ വളരെ ശൃംഗാരഭാവത്തോടു കൂടിയിട്ട് അവൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ അടുത്ത് കൊഞ്ചിക്കൊഴിഞ്ഞിട്ട് അവനെ പ്രലോഭിപ്പിച്ചിട്ട് അവൻ്റെ കയ്യിൽ നിന്നുള്ള ആ കമണ്ടലവും വാങ്ങിച്ചെടുത്തു. ആ സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ ഉച്ഛിഷ്ടം മുഖത്തും കയ്യിലുമൊക്കെ പറ്റി ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നു, അശുദ്ധിയിലിരിക്കുന്ന സമയമായിരുന്നു അത്. ആ സമയത്ത് യവക്രീതൻ്റെ ജ്ഞാനശക്തിയൊന്നും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല, ശരീരം അശുദ്ധമായതുകൊണ്ട്. ആ ഭീകരസത്വം അവനെ വധിക്കുവാൻ വേണ്ടിയിട്ട് ശൂലവുമായിട്ട് ചെന്നു. അപ്പോൾ അവനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തൻ്റെ മുഖവും വായും കഴുകാൻ വേണ്ടിയിട്ട് കമണ്ടലവും നഷ്ടപ്പെട്ട തപശക്തിയിൽ ഭയങ്കരമായിട്ടുള്ള ഭംഗം വന്ന യവക്രീതൻ സരസിലേക്ക് ഓടി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സരസിലെ ആ തടാകത്തിലെ ജലം മുഴുവൻ വറ്റിക്കിടക്കുന്നത് കണ്ടു. വീണ്ടും അടുത്ത സരസിൻ്റെ അടുത്തേക്ക് ഓടി. അവിടെയും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. അവിടുത്തെയും സരസിലെ വെള്ളം മുഴുവനായിട്ടും വറ്റിക്കിടക്കുന്നു. അങ്ങനെ പല സരസുകളിലേക്ക് ഓടി. അവിടുത്തെ എല്ലാം ജലം വറ്റിക്കിടക്കുന്നുണ്ട്. അവസാനം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ അച്ഛനായിട്ടുള്ള ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ഓടി. അപ്പോൾ അവിടെ അന്ധനായിട്ടുള്ള ഒരു ശൂദ്രനായിരുന്നു അവിടെ കാവൽ നിന്നിരുന്നത്. അപ്പം ഈ പാഞ്ഞു വന്ന ആള് ആരാന്ന് മനസ്സിലാകാതെ യവക്രീതനെ ഈ അന്ധനായിട്ടുള്ള ശൂദ്രൻ ബലമായിട്ട് തടഞ്ഞു നിർത്തി. ആ സമയത്ത് പുറകെ വന്നിട്ടുള്ള ആ സത്വം ശൂലം കൊണ്ട് കുത്തി ആ യവക്രീതനെ അവിടെ വെച്ച് വധിച്ചു. അവൻ്റെ ഹൃദയം പിളർന്ന് യവക്രീതനെ വധിച്ചു. അങ്ങനെ തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കിയ ആ കൃതയും ആ സത്വവും കൂടി തിരിച്ച് രൈഫൻ്റെ അടുത്ത് നിന്നിട്ട് അനുഗ്രഹം വാങ്ങി അവരെ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ലോമശൻ പറഞ്ഞു, ഇതിന് ശേഷമുണ്ടായിട്ടുള്ള കഥയും അങ്ങ് കേൾക്കുക. ഇതൊന്നും അറിയാതെ ഭരദ്വാജൻ ചമത ശേഖരിക്കാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. അദ്ദേഹം സന്ധ്യയോടുകൂടി തിരിച്ചു വരുന്ന സമയത്ത് സാധാരണ ആ അഗ്നിഹോത്രത്തിനുള്ള അഗ്നികളൊക്കെ അദ്ദേഹത്തിനെ കാണുമ്പോൾ അവിടെ ഉയർന്നു വരാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അഗ്നിയെല്ലാം അവിടെ താന്ന് കിടക്കുന്നുണ്ടായിരുന്നു. മകൻ മരിച്ചതുകൊണ്ട് ഭരദ്വാജനെ കണ്ടപ്പോൾ അന്ന് അഗ്നികളെ ഉയർന്നു വന്നിട്ട് എതിരേറ്റില്ല. അഗ്നിഹോത്രത്തിൻ്റെ ഈ ഒരു ദുശ്ശകുനം കണ്ടിട്ട് തൻ്റെ ദ്വാരപാലകനായിട്ടുള്ള അന്ധനായിട്ടുള്ള ശൂദ്രനോട് ഭരദ്വാജൻ ചോദിച്ചു, എടോ ശൂദ്ര, എന്താണ് അഗ്നികൾ എന്നെ കണ്ടിട്ട് ഉയരാതിരിക്കുന്നത്? നിന്റെ മുഖവും വല്ലാതിരിക്കുന്നല്ലോ. ഇവിടെ എന്താണ് സംഭവിച്ചത്? എൻ്റെ ദുർബുദ്ധിയായിട്ടുള്ള മകൻ രൈഫൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും അവിവേകം കാണിച്ചോ? എൻ്റെ മനസ്സ് വല്ലാതെ പിടയുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നീ എനിക്ക് പറഞ്ഞു തരൂ. ശൂദ്രൻ പറഞ്ഞു, മഹർഷേ, അങ്ങയുടെ മന്ദബുദ്ധിയായിട്ടുള്ള മകൻ അവൻ രൈഫൻ്റെ ആശ്രമത്തിൽ ചെന്നിട്ട് അവിടെ എന്തോ അവിവേകം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും രൈഫൻ്റെ ഹോമാഗ്നിയിൽ നിന്നും വന്നിട്ടുള്ള സത്വം അവനെ കൊല്ലാൻ വേണ്ടിയിട്ട്
ഓടിച്ചു. അവൻ അശുദ്ധനും അശുചിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വന്ന സമയത്ത് അവനെ ഞാനിവിടെ തടഞ്ഞു നിർത്തി. അവൻ ആരെന്നറിയാതെ ഞാൻ തടഞ്ഞു നിർത്തി. അവനെ തടഞ്ഞു നിർത്തിയ സമയത്ത് ആ സത്വം വന്ന് ശൂലം കൊണ്ട് ഹൃദയം ഭേദിച്ച് അങ്ങയുടെ പുത്രനെ അവൻ വധിച്ചു. ലോമശൻ പറഞ്ഞു. ഈ കഥ കേട്ടിട്ട് അതീവ ദുഃഖിതനായിട്ടുള്ള ഭരദ്വാജൻ തൻ്റെ മകൻ്റെ മൃതശരീരത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ആ മൃതശരീരം ഉയർത്തിയെടുത്തുകൊണ്ട് അദ്ദേഹം വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. മകനെ, നീ ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ട് മഹാതപം ചെയ്തവനാണ്. നീ മഹാതപം ചെയ്തതുകൊണ്ടാണ് ബ്രാഹ്മണർക്കൊക്കെ ഉള്ളിൽ നിന്ന് തന്നെ വേദാധ്യയനം നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അങ്ങനെ ഒരു മഹാകർമ്മം ചെയ്തവനാണ് നീ. ആ രൈഫൻ്റെ ആശ്രമത്തിൽ പോകരുതെന്ന് ഞാൻ പ്രത്യേകം നിന്നെ ഉപദേശിച്ചതാണ്. നീ പിന്നെ എന്തിനാണ് അവിടെ പോയത്? നീ മാത്രമേ എനിക്ക് പുത്രനായിട്ടുള്ളൂ. പക്ഷേ രൈഫനെ ഉപദ്രവിച്ച നിന്നെ രൈഫൻ വധിച്ചു കളഞ്ഞല്ലോ. രൈഫൻ്റെ ഈ കർമ്മം മൂലം ഞാൻ അതീവ ശോകാർത്തനായിരിക്കുകയാണ്. എനിക്കിനി ജീവിച്ചിരിക്കണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. ഞാൻ മരിക്കാൻ പോവാണ്. അതുകൊണ്ടൊപ്പം തന്നെ രൈഫൻ്റെ മൂത്ത പുത്രൻ, അവൻ കുറ്റമൊന്നും ചെയ്യാത്തവനാണെങ്കിലും അവൻ രൈഫനെ വധിക്കട്ടെ എന്ന് ഞാൻ ശപിക്കുകയാണ്. പുത്രന്മാരില്ലാത്തവരാണ് ഭാഗ്യവാന്മാർ. അവർക്ക് ഈ പുത്രദുഃഖം അനുഭവിക്കേണ്ട ഒരാവശ്യം വരുന്നേയില്ലല്ലോ. പുത്രദുഃഖം മൂലം എനിക്ക് എൻ്റെ ആത്മമിത്രത്തെ പോലും ശപിക്കേണ്ടതായി വന്നു. എന്തൊരു ശാപം കിട്ടിയ ജന്മമാണ് എൻ്റേത്. ലോമശൻ കഥ തുടരുകയാണ്. ഇപ്രകാരം തൻ്റെ സുഹൃത്തിനെ ശപിക്കേണ്ടി വന്ന പാപഭാരവും ഓർത്ത് തൻ്റെ മകൻ്റെ മരണവും കണ്ടിട്ട് സങ്കടം സഹിക്കാനാവാതെ ഭരദ്വാജൻ ചിതകൂട്ടി തൻ്റെ മകനെ അതിൽ വെച്ച് ദഹിപ്പിച്ചു. അതിനുശേഷം ആ ചിതയിൽ ചാടി ആത്മത്യാഗം ചെയ്തു. അദ്ദേഹവും തൻ്റെ ജീവൻ വെടിഞ്ഞു. ലോമശൻ കഥ തുടരുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലത്ത് ബൃഹദ്യുമ്നൻ എന്ന് പറയുന്ന ഒരു രാജാവ് വലിയൊരു സത്രം നടത്തുകയുണ്ടായി. ആ സത്രത്തിലെ പ്രധാന പുരോഹിതന്മാരായിട്ട് പോയത് രൈഫൻ്റെ മക്കളായിട്ടുള്ള പരാവസുവും അർവാവസുവുമായിരുന്നു. അവർ കൊട്ടാരത്തിലേക്ക് ഈ സത്രത്തിന് വേണ്ടിയിട്ട് പോയ സമയത്ത് ആശ്രമത്തിൽ രൈഫനും പരാവസുവിൻ്റെ ഭാര്യയും മാത്രമായിരുന്നു താമസിച്ചിരുന്നത്. ഇതിനിടയിൽ സത്രം നടക്കുന്നതിനിടയിൽ ഒരു ദിവസം രാത്രിയിൽ പരാവസു തൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടിയിട്ട് ആശ്രമത്തിലേക്ക് ചെന്നു. ആ സമയത്ത് അച്ഛനായിട്ടുള്ള രൈഫ്യൻ ഒരു മാനിൻ്റെ തോലൊക്കെ പുതച്ചിട്ട് ആശ്രമത്തിന് വെളിയിൽ നിൽക്കുകയായിരുന്നു. അത് മാനാണെന്ന് തെറ്റിദ്ധരിച്ച് അത് തന്നെ ഉപദ്രവിക്കുമെന്ന് തെറ്റിദ്ധരിച്ച പരാവസു അത് മാനാണെന്ന് കരുതി അതിനെ കൊന്നുകളഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് തൻ്റെ അച്ഛനാണെന്നും തനിക്ക് വലിയൊരു അബദ്ധം സംഭവിച്ചു എന്നുള്ള സത്യം പരാവസുവിന് മനസ്സിലായത്. പിന്നീട് അവൻ പിതൃകർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് തിരിച്ച് തൻ്റെ സത്രത്തിലേക്ക് എന്നിട്ട് തൻ്റെ സഹോദരനായിട്ടുള്ള ഈ പിതൃകർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം പരാവസു തിരിച്ച് സത്രത്തിലേക്ക് എന്ന് തൻ്റെ സഹോദരനായിട്ടുള്ള അർവാവസുവിനോട് നടന്ന കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു. അർവാവസു പറഞ്ഞു, അങ്ങ് വിഷമിക്കാതിരിക്കണം. അങ്ങ് ഈ സത്രം പൂർത്തിയാക്കുക. അങ്ങ് ചെയ്ത ബ്രഹ്മഹത്യാപാപത്തിന് വേണ്ടിയിട്ടുള്ള പാപം തീരാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഞാൻ അങ്ങേക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് ബൃഹദ്യുധൻ്റെ സത്രം പരാവസുവിനെ ഏൽപ്പിച്ചതിന് ശേഷം അർവാവസു ബ്രാഹ്മണശാപം ബ്രഹ്മഹത്യാപാപം തീരാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് യാത്രയായി. ലോമശൻ കഥ തുടരുകയാണ്. അങ്ങനെ അർവാവസു തൻ്റെ സഹോദരനുള്ള പരാവസുവിൻ്റെ പാപം തീർക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വീണ്ടും സത്രത്തിലേക്ക് വന്ന സമയത്ത് പരാവസു ബൃഹദ്യുധനോട് വിളിച്ചു പറഞ്ഞു, അവനെ ഈ യജ്ഞശാലയിലേക്ക് പ്രവേശിപ്പിക്കരുത്. അവൻ്റെ അച്ഛനെ കൊന്ന ബ്രഹ്മഹത്യാപാപവുമായിട്ട് ഇരിക്കുന്നവനാണ്. അതുകൊണ്ട് അവനെ ദൂരേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് രാജാവ് തൻ്റെ അംഗരക്ഷകരെ കൊണ്ട് അവനെ ആ യജ്ഞശാലയിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. ആ സമയത്ത് അർവാവസു വിളിച്ചു പറഞ്ഞു, ഞാനല്ല എൻ്റെ അച്ഛനെ കൊന്നത് അർവാവസുവാണ്. ഞാനല്ല എൻ്റെ അച്ഛനെ കൊന്നത് അവിടെ ഇരിക്കുന്ന അർവാവസുവാണ്. അവന് വേണ്ടിയിട്ടാണ് ഞാൻ ബ്രഹ്മഹത്യാപാപം തീർക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. ഞാനല്ല അച്ഛൻ്റെ കൊലപാതകി എന്ന് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ലോമശൻ കഥ തുടരുകയാണ്. ഇപ്രകാരം അതീവ ദുഃഖിതനും അപമാനിതമായിട്ടുള്ള അർവാവസു കാട്ടിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് അദ്ദേഹം സൂര്യഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അതിഘോരമായിട്ടുള്ള തപസ് ആരംഭിച്ചു. അവിടെ വെച്ച് സൂര്യന് വേണ്ടിയിട്ട് ആ മഹർഷി ഒരു രഹസ്യവേദം ഉണ്ടാക്കി. അർവാവസുവിൻ്റെ ഈ കർമ്മം കണ്ടിട്ട് സൂര്യൻ അതീവ സന്തുഷ്ടനായിട്ട് സൂര്യഭഗവാൻ അർവാവസുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. സൂര്യദേവനോടൊപ്പം തന്നെ അഗ്നിദേവൻ ഉൾപ്പെടെയുള്ള ദേവന്മാരും അർവാവസുവിൻ്റെ ഈ പ്രവൃത്തി കണ്ടിട്ട് സന്തുഷ്ടരായിട്ട് അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നിനക്ക് എന്ത് വരങ്ങളാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അർവാവസു അവരോട് വരമായിട്ട് ചോദിച്ചു. അർവാവസു ദേവന്മാരോട് പറഞ്ഞു, എൻ്റെ പിതാവ് വീണ്ടും ജനിക്കണം. അതിനോടൊപ്പം തന്നെ
എൻ്റെ സഹോദരൻ്റെ ബ്രഹ്മഹത്യാപാപവും ഇല്ലാതാവണം. അതിനുശേഷം ഭരദ്വാജനും യവക്രീതനും ജീവിച്ചു വരണം. അർവാവസു ദേവന്മാരോട് വരം ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. എൻ്റെ അച്ഛൻ ജീവനോടെ തിരിച്ചു വരണം, അദ്ദേഹത്തിന് മൃത്യുവിനെ കുറിച്ചിട്ടുള്ള ഓർമ്മയുണ്ടാവരുത്, എൻ്റെ സഹോദരൻ്റെ ബ്രഹ്മഹത്യാപാപം ഇല്ലാതാവണം, ഭരദ്വാജനും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള യവക്രീതനും ജീവനോടെ തിരിച്ചു വരണം, അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ നിർമ്മിച്ച രഹസ്യ വേദമായിട്ടുള്ള സൂര്യവേദത്തിന് സ്ഥിരമായിട്ടുള്ള പ്രതിഷ്ഠയുണ്ടാവണം. അപ്പം ഈ വരങ്ങളെല്ലാം കേട്ടിട്ട് അതെല്ലാം ദേവകൾ അങ്ങനെ ആവട്ടെ എന്നുള്ള അനുഗ്രഹം കൊടുത്തിട്ട് ദേവകൾ അവിടെ നിന്ന് മറിഞ്ഞു. അങ്ങനെ മരണപ്പെട്ടു പോയവരെല്ലാം ജീവനോടെ തിരിച്ചെത്തി. ജീവനോടെ എത്തിയ യവക്രീതൻ ദേവകളോട് ചോദിച്ചു, ഞാൻ എല്ലാ വിധത്തിലുമുള്ള യജ്ഞങ്ങളും വേദങ്ങളും ഉള്ളിൽ നിന്നും പഠിച്ച ആളാണ്. എന്നെ വധിക്കാൻ വേണ്ടിയിട്ട് രൈഭ്യന് എങ്ങനെയാണ് സാധിച്ചത്? അത് അങ്ങ് നിങ്ങളെനിക്ക് പറഞ്ഞു തരണം. ദേവകൾ പറഞ്ഞു, യവക്രീത, നീ പണ്ട് ചെയ്തത് ഒരിക്കലും ആവർത്തിക്കരുത്. പണ്ട് നീ വലിയ അബദ്ധമാണ് കാണിച്ചത്. നീ ഗുരുവിനെ കൂടാതെയാണ് വേദം പഠിച്ചത്. എന്നാൽ അവൻ രൈഭ്യൻ വളരെ കാലം ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ബുദ്ധിമുട്ടിയാണ് വേദപഠനം നടത്തിയത്. വളരെയധികം ഗുരുശുശ്രൂഷയുടെയും ഫലമായിട്ടാണ് അവന് വേദങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം കിട്ടിയത്. നീ ഇതൊന്നും ചെയ്യാതെ തന്നെ തപസ്സും കൊണ്ട് മാത്രമാണ് നിനക്ക് വേദങ്ങൾ നിൻ്റെ അറിവായിട്ട് നിൻ്റെ ഉള്ളിലേക്ക് വന്നത്. വളരെ കാലം ബുദ്ധിമുട്ടി ഒരു ഗുരുമുഖത്തിൽ നിന്നും പഠിക്കാത്ത വേദം കൊണ്ട് എന്താണ് ഫലം? ലോമശം പറഞ്ഞു. ഇങ്ങനെ യവക്രീതനോട് ഉപദേശിച്ച ശേഷം ദേവകളെല്ലാവരും കൂടി തിരിച്ച് അവരുടെ സ്വർഗത്തിലേക്ക് യാത്രയായി. യുധിഷ്ഠിര, ആ മഹർഷിയുടെ പുണ്യസ്ഥാനത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സദാസമയവും പുഷ്പങ്ങളും ഫലങ്ങളും കൊണ്ട് നിറഞ്ഞ ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളും ഇവിടെ വെച്ച് തീരും എന്ന് ലോമശൻ പറഞ്ഞു. ഇനി തീർത്ഥയാത്രാപർവം അവസാനിക്കുന്നില്ല. ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത കുറച്ച് വീടുകൾ കൂടെ കേൾക്കേണ്ടി വരും. അപ്പോൾ ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള ഹൃദയത്തിൽ നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. അപ്പം നമുക്ക് കേൾവിക്കാരുടെ എണ്ണം ഇപ്പോൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ യജ്ഞം നിർത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള വലിയൊരു സഹകരണവും ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് പ്രചരിപ്പിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടി വെക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.